ഒരു സമൂഹത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നത് ആ സമൂഹത്തിലെ യുവശക്തികളാണ്. അതായത് വിദ്യാഭ്യാസ രംഗത്താകട്ടെ, സാമൂഹിക സേവന രംഗത്താകട്ടെ, മതബോധ രംഗത്താകട്ടെ, എല്ലാ മേഖലയിലും ഒരു പേരുകേട്ട സംഘടനയാണ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ, അതായത് SSF എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളിലൂടെ എങ്ങനെയാണ് SSF ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയത് എന്നൊരു ചോദ്യം നമുക്കിടയിലുണ്ട്. അതായത് SSF 1973 രൂപീകരിക്കുന്നത് തന്നെ അന്നത്തെ വഹാബി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും അതുപോലെ തന്നെ യുക്തിവാദികളും ഒരുപാട് നമ്മുടെ വിദ്യാർത്ഥികളിലൂടെ അവരുടെ അജണ്ടകളൊക്കെ നടപ്പിലാക്കാൻ നോക്കുന്ന ഒരു ടൈമാണ് അത്. അപ്പോൾ നമ്മുടെ ഉലമാക്കൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് എവിടെയാണ് നമുക്ക് ആവശ്യമുള്ളത്, എവിടെയാണ് വിദ്യാർത്ഥികളിലുള്ള ഈ ന്യൂനത, മതബോധമില്ലായ്മ കണ്ടുകൊണ്ട് ഉലമാക്കൾ കൃത്യമായി നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംഘടനയുടെ ആവശ്യകത പറഞ്ഞു തരികയും ആദ്യമായി പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ദർസിന്റെ ആ സമാജത്തിലാണ് ആദ്യ കൺവെൻഷൻ നടക്കുന്നത്. ഒരു സമൂഹത്തെ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആദ്യ ഘട്ടത്തെ തന്നെ വികലമാക്കാൻ ശ്രമിച്ച വിഘടനവാദികൾക്കെതിരെയാണ് നമ്മുടെ അതായത് നമ്മുടെ മുൻഗാമികളായ സമസ്തയുടെ അനുഗ്രഹ ശിരസ്സുകൾ ഈ SSF എന്ന ഒരു മഹാപ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഓർമ്മകളിലെ ഖാലിദ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നത്. എൻ്റെ സുഹൃത്ത് നിരന്തരം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ആ പുസ്തകം വായിക്കണം. അപ്പോഴൊക്കെ ഞാൻ ഈ ഖാലിദ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടില്ലായിരുന്നു. എനിക്കറിയില്ല ഇങ്ങനെ ഒരാൾ എന്താണ് സംഭവം എന്നൊക്കെ. പക്ഷെ പിന്നീട് ആ പുസ്തകം വായിച്ചിട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരാളെ വായിച്ചിട്ടാണ് ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയുള്ള കുറെ കഥകൾ എന്നോട് എൻ്റെ സുഹൃത്ത് പറയുന്നു. അങ്ങനെ ഞാൻ നന്നായി വായിച്ചു. ഒരു സംഘടനാ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം, ഒരു സംഘാടകൻ എങ്ങനെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു SSFകാരൻ എത്രമാത്രം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഖാലിദ് സാഹിബിന്റെ ജീവിതവും മരണവും. ഞാനൊക്കെ ഈ SSFനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത് തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് സാഹിത്യോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് പോകുന്ന സമയത്ത് സ്വാബിർ ഇർഷാദ് എന്ന വലിയ സംഘടനാ പ്രവർത്തകർ, അതായത് അവർ വിദ്യാർത്ഥികളാണ്, കോളേജ് അന്ന് മുള്ളേരി ഡിവിഷനാണ്. അവർ പോകുന്ന സമയത്ത് വെച്ച് ഒരു ആക്സിഡന്റിലൂടെ മരണപ്പെടുകയാണ്. ആ സമയത്ത് അവർക്ക് വേണ്ടി എത്ര തഹ്ലീലുകള്, സുംറകള്, SSF എന്തൊക്കെയാണ്, അതൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന നമുക്കൊക്കെ തോന്നിപ്പോയി. എന്നോട് പല അവർക്ക് കേവലം ഉള്ളത് എന്താണ്, ഒരു SSFന്റെ പ്രവർത്തകരായി എന്നതിന്റെ പേരിൽ എത്ര അമലുകളാണ് അവരുടെ പേരിൽ, എത്ര യാസീനുകൾ, തഹ്ലീലുകൾ, ഇങ്ങനെ പലതും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കേവലം SSF ആയതിന്റെ പേരിൽ മാത്രമാണ്. നമ്മുടെ SSF ഒരാളെ എന്താക്കി മാറ്റുന്നു എന്നുള്ളതിന്റെ വലിയ ഉദാഹരണങ്ങളാണ് ഇവർ രണ്ടുപേരും. അവരെ ഓർമ്മിക്കാതെ, അവരെ സ്മരിക്കാതെ ഒരു സാഹിത്യോത്സവവും കടന്നു പോകുന്നില്ല എന്നുള്ളത്. SSF വിദ്യാർത്ഥികൾ ഒരു കൃത്യമായ ഒരു ചിട്ടകൾ രൂപപ്പെടുത്തുകയാണ്. ഒരു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു തലമുറ തന്നെ ഉണ്ടാക്കുകയാണ്. കൃത്യമായ ഷെഡ്യൂളിലൂടെ കൃത്യമായി ഇസ്ലാമിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ SSF വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കുന്നത്. നമ്മുടെ SSFന്റെ സിൽവർ ജൂബിലി ആഘോഷം ഓർക്കുന്നുണ്ടോ? 1998 മെയ് 2 അപ്പോഴാണ് നമ്മൾ കോയമ്പത്തൂർ സ്ഫോടനം നടക്കുന്നത്. ആ കോയമ്പത്തൂർ സ്ഫോടനത്തിൽ രാജ്യം ഭയങ്കര പ്രതിസന്ധി, ഭയങ്കര പ്രയാസപ്പെട്ട ഒരു സമയത്ത് തൊട്ടടുത്ത സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നം ഒന്നുമില്ലാതെയാണ് SSF ആ പരിപാടി നടത്തിയിട്ടുള്ളത്. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട്, എങ്ങനെ വർണ്ണിക്കണം എന്നറിയില്ല, അത്ര രീതിയിലായിരുന്നു ആ സമ്മേളനം ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതായത് അത്രയും അച്ചടക്കവും അനുസരണയുമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. SSF ഇന്ന് ഇന്ത്യ ഒട്ടാകെ പടർന്നു കിടക്കുമ്പോൾ, ഇന്ത്യ എന്നല്ല ഇന്റർനാഷണൽ ലെവലിൽ വരെ ഇന്ന് SSF പന്തലിച്ച് കിടക്കുകയാണ്. ഇന്ന് SSF 54ന്റെ നിറവിൽ നിൽക്കുമ്പോൾ നമുക്ക് പിന്നോട്ട് നോക്കുമ്പോൾ അഭിമാനിക്കാൻ ഏറെയുണ്ട്. അതിലേറെ പ്രതീക്ഷകളുമുണ്ട്.